മയൂരം സാഹിത്യ സാംസ്കാരിക സമിതി രണ്ടാമത് കഥയെഴുത്തു മത്സരം. ക്രമം നമ്പർ 5. വിഷയം നീലക്കുറിഞ്ഞി പൂത്തപ്പോൾ. രചന തോമസ് കാവാലം. ശബ്ദം വിലാസിനി കളരിക്കൽ. അയാൾ ഉമ്മറത്തെ ചാരുകസേരയിൽ ഇരുന്നു. പത്രം വായിക്കുന്നതിനിടയിൽ ഓർമ്മ വഴുതി വഴുതി പോകുന്നത് അയാൾ ശ്രദ്ധിച്ചു. എത്ര ശ്രമിച്ചിട്ടും അവളെ മറക്കാൻ സാധിക്കുന്നില്ല. ഒരു അവധൂതയെ പോലെ പെട്ടെന്ന് കടന്നു വന്ന് പെട്ടെന്ന് മാഞ്ഞു പോയതുപോലെ തോന്നി. രശ്മി രശ്മി സാന്റോ. അകത്തെ മുറിയിൽ അവൾ കാത്തിരുന്നു. പ്രസവിച്ച അവളുടെ പെൺകുഞ്ഞ് തൊട്ടിൽ കിടന്നു ഉറങ്ങിക്കിടന്നിരുന്നു. രശ്മി, അവൾ അവിടെ തന്നെ ഉണ്ടാകണം, മകളുടെ ചുറ്റുവട്ടത്ത്. അവൾക്ക് കാവലാളാൻ. ചുറ്റും വീശിയടിച്ചിരുന്ന കാറ്റ് അവളുടെ താരാട്ടിന് താളം പിടിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ അയാൾ അകത്തേക്ക് കിടന്ന് തൊട്ടിലിൽ ഉറങ്ങുന്ന കുഞ്ഞിനെ ഒന്ന് നോക്കും. ആ മുഖവും അതിൽ നിഷ്കളങ്കതയും അയാളുടെ മനസ്സിന് ഒരു കുളിർമയാണ് നൽകിയിരുന്നു. അങ്ങാകലെ മലഞ്ചെരുവിൽ നീലക്കുറിഞ്ഞികൾ പൂത്തു തുടങ്ങിയിരുന്നു. ഇവിടെ ഈ താഴ്വരയിലിരിക്കുമ്പോൾ അതിന്റെ മനോഹാരിത ഒട്ടും തന്നെ മാഞ്ഞു പോകുന്നില്ല. അതുപോലെയായിരുന്നു അവളെക്കുറിച്ചുള്ള ഓർമ്മകളും. കുറെ ദിവസങ്ങൾ കൂടി ആ പൂക്കൾ അവിടെയുണ്ടാകും. പിന്നെ അവ അപ്രത്യക്ഷമാകും, വേറൊരു കാലത്തിന് കാത്തിരിക്കുന്നത് പോലെ. അന്ന് ഇതുപോലെയുള്ള ഒരു ദിവസമാണ് അവൾ അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. 12 വർഷങ്ങൾക്ക് മുമ്പ്. കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ക്രിസ്റ്റോ ജോലി അന്വേഷിച്ച് നടക്കുന്ന കാലമായിരുന്നു ഇത്. തൽക്കാലം സ്ഥലത്തെ ഒരു പ്രൈവറ്റ് കോളേജിൽ പഠിപ്പിക്കാനായി കയറിപ്പറ്റി. ചരിത്രം ഐച്ഛിക വിഷയമായി എടുത്ത ക്രിസ്റ്റോ അവിടെ പ്രീ ചരിത്രം പഠിപ്പിക്കുമ്പോഴാണ് രശ്മിയെ കാണുന്നത്. അന്ന് അവൾക്ക് 16-17 വയസ്സ് കാണും. പ്രീ തോറ്റിട്ട് പഠിക്കാൻ വന്നതായിരുന്നു അവൾ. കാണാൻ എന്ത് സുന്ദരിയായിരുന്നു അവൾ. പുതിയ സൂര്യന്റെ ചാരുത, വിടർന്ന കണ്ണുകൾ, ഗോതമ്പിന്റെ നിറം, ആരെയും ആകർഷിക്കുന്ന ചെറുചുറുക്ക്. പ്രഥമ ദൃഷ്ടിയിൽ തന്നെ അയാൾക്ക് അവളെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹം ജനിച്ചു. അല്ലെങ്കിൽ തന്നെ ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഏത് ചെറുപ്പക്കാരനാണ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്തത്? പുരാണങ്ങളിൽ വിവരിക്കപ്പെടുന്ന ദേവതയെ പോലെ, ഒരു മാലാഖ പോലെ. സർ, സാറാണോ ഹിസ്റ്ററി പഠിപ്പിക്കുന്നത്? അന്ന് ആദ്യമായി കോളേജിന്റെ വരാന്തയിൽ വെച്ച് കണ്ടപ്പോൾ അവൾ ചോദിച്ചത് അയാൾ ഓർത്തു. പിന്നീടുള്ള ദിവസങ്ങളിൽ ക്രിസ്റ്റോയുടെ ക്ലാസ്സുകളിൽ മുഖം കൊടുക്കാതെ കണ്ണുകൾ താഴ്ത്തി ചെവി കുറിപ്പിച്ച് അല്പം പിന്നോട്ട് മാറിയിരുന്ന രശ്മിയെ ഒരിക്കലും അയാൾക്ക് മറക്കാൻ സാധിക്കുമായിരുന്നില്ല. അന്നൊരു ദിവസം കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും കൂടി നീലക്കുറിഞ്ഞി മല കാണാൻ അയാൾ ഓർത്തു. ആ കുറ്റിച്ചെടികൾക്കിടയിലൂടെ ചുറുചുറുക്കോടെ ഓടി നടക്കുമ്പോൾ അവൾ ക്രിസ്റ്റോയോട് ചോദിച്ചത് ഇപ്പോഴും അയാളുടെ ചെവിയിൽ മുഴങ്ങുന്നത് പോലെ അയാൾക്ക് തോന്നി. എന്തേ സാർ, ഈ പൂക്കൾ വിടരാൻ വൈകുന്നു? 12 വർഷങ്ങൾക്ക് പൂക്കാൻ ഒരു നീണ്ട കാലയളവല്ലേ? ഇനിയും ഒരു 12 വർഷങ്ങൾ കാത്തിരിക്കണമോ ഇത് പൂക്കാൻ? ആ ചോദ്യത്തിന് അയാളുടെ ജീവിതവുമായി അഭേദ്യമായ ബന്ധം ഉണ്ടാകുമെന്ന് അന്ന് അയാൾ ഓർത്തിരുന്നില്ല. കുട്ടി, സ്നേഹമുണ്ടെങ്കിൽ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ സാധിക്കും. മരണത്തിന് പോലും ആ ബന്ധത്തെ അറുത്തു മാറ്റുവാൻ സാധിക്കില്ല. അന്ന് ക്രിസ്റ്റോയ്ക്ക് പെട്ടെന്ന് അങ്ങനെ മറുപടി പറയാൻ ഒരു ഉൾവിളി ഉണ്ടായത് അവൻ ഓർമ്മിച്ചു. അവൻ അധികകാലം ആ ട്യൂട്ടോറിയൽ കോളേജിൽ പഠിച്ചില്ല. ഏകദേശം 3 മാസം. പിന്നീട് സർക്കാർ ജോലി ലഭിച്ചു. കോടതിയിൽ ക്ലർക്കായി. അപ്പോയിന്റ്മെന്റ് അല്പം ദൂരെയായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്നു. എങ്കിലും വീട്ടിൽ വരുമ്പോഴെല്ലാം അവൻ രശ്മിയെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഈ സുന്ദരിക്കുട്ടിയെ എത്രയും വേഗം സ്വന്തമാക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിയെടുക്കും. അയാളുടെ മനസ്സ് മന്ത്രിച്ചു. പിന്നെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളായി. പെട്ടെന്നൊരു ദിവസം അയാൾ അവളുടെ വീട്ടിലേക്ക് ഒരാളെ പറഞ്ഞുവിട്ട് അവളുടെ അച്ഛനോട് ചോദിച്ചു. കർഷകനായ സാന്റോയ്ക്ക് 2 മക്കളായിരുന്നു. അതിൽ മൂത്തതായിരുന്നു രശ്മി. ഇളയവൾ രജിത. ആലോചന കേട്ടപ്പോൾ തന്നെ അയാൾ സമ്മതിച്ചു. രശ്മിക്ക് ക്രിസ്റ്റോയെ നേരത്തെ അറിയാമായിരുന്നത് കൊണ്ട് അവൾ സമ്മതം മൂളി. അങ്ങനെ വലിയ ആർഭാടം ഒന്നും കൂടാതെ 1 വർഷത്തിനുള്ളിൽ വിവാഹം നടന്നു. പിന്നീടുള്ള ദിവസങ്ങൾ കാത്തിരിപ്പിൻ്റെതായിരുന്നു. ഒരു കുഞ്ഞിക്കാലിനു വേണ്ടി പള്ളികൾ മുഴുവൻ കയറിയിറങ്ങി നേർച്ചക്കാഴ്ചകൾ അർപ്പിച്ചു. മക്കൾ ഉണ്ടായില്ല. വർഷങ്ങൾ കടന്നുപോയി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ക്രിസ്റ്റോ അയാളുടെ സുഹൃത്ത് രാജേഷിനെ കാണാനിടയായി. രാജേഷ് അന്ന് ബോംബെയിലുള്ള ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്
ഫണ്ടമെന്റൽ റിസർച്ചിൽ ജോലി ചെയ്യുകയായിരുന്നു. അവൻ അന്നും അവിവാഹിതനായിരുന്നു. അവനുമായുള്ള സംഭാഷണ മധ്യേ വൈദ്യശാസ്ത്ര രംഗത്തെ നൂതന മാർഗങ്ങളെക്കുറിച്ച് അവനാണ് ക്രിസ്റ്റോയ്ക്ക് പറഞ്ഞു കൊടുത്തത്. എടാ, നമ്മുടെ നാട്ടിലെങ്ങും ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ ധാരാളം വരുന്നുണ്ട്. അവിടെ ചെന്നാൽ നിങ്ങളിൽ ആർക്കാണ് പ്രശ്നമെങ്കിലും അത് വിഷയമല്ല. ഒരു കുഞ്ഞിക്കാല് കാണണമെന്ന് അദമ്യമായ ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ ചെന്ന് ഒരു ഡോക്ടറെ കണ്ടു നോക്കൂ. വൈദവൈ, നിങ്ങളിൽ ആർക്കാണ് പ്രശ്നം? അവൾക്കാണ്. അവളുടെ ഫാലോപ്പിയൻ ട്യൂബിന് എന്തോ ഒരു പ്രശ്നം. ഗർഭപാത്രത്തിനൊരു കുഴപ്പവുമില്ല. എങ്കിൽ സംഗതി എളുപ്പമാണ്. സങ്കലനം പുറത്തു വെച്ച് നടത്തി അവർക്ക് അതിൽ അകത്ത് നിക്ഷേപിക്കാൻ സാധിക്കും. ആദ്യം അത് കേട്ടപ്പോൾ അവനൊന്ന് പരിങ്ങി. രാജേഷിനോട് ചോദിച്ചു, അതിൽ വല്ല ധാർമ്മിക പ്രശ്നങ്ങളും ഉയർന്നു വരുമോ? ഒരു ധാർമ്മിക പ്രശ്നവുമില്ല. അതിനെക്കുറിച്ച് ക്രിസ്റ്റോ ചില അച്ഛന്മാരുമായി അനൗദ്യോഗിക ചർച്ചകൾ ഒക്കെ നടത്തി. എന്നിട്ട് അതുമായി മുന്നോട്ട് പോകുവാൻ തന്നെ അവൻ തീരുമാനിച്ചു. അങ്ങനെ 12-ാം വർഷം നീലക്കുറിഞ്ഞ് വീണ്ടും പൂത്തപ്പോൾ അവൻ്റെ ഭാര്യ ഗർഭിണിയായി. വീട്ടിലും സുഹൃത്തുക്കൾക്കിടയിലും അവൻ്റെ അന്തസ്സ് ഉയർന്നു. രശ്മിയും വളരെ സന്തോഷവതിയായി. പക്ഷേ ആ സന്തോഷം അധികം നാൾ നീണ്ടു നിന്നില്ല. പൂർണ്ണ ഗർഭിണിയായിരുന്ന രശ്മിയെ പ്രസവത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടതോടുകൂടി ക്രിസ്റ്റോ ആശുപത്രിയിലാക്കി. 3 ദിവസം അവൾ അവിടെ കിടന്നു. 4-ാം ദിവസം അവൾ പ്രസവിച്ചു, ഒരു പെൺകുട്ടി. പക്ഷേ രശ്മി, അവൾ ആ കുഞ്ഞിനെ കണ്ടോ എന്ന് പോലും സംശയമാണ്. ലേബർ റൂമിൽ നിന്ന് ഡോക്ടർ പുറത്തേക്ക് വന്ന് അത് പറയുമ്പോൾ ക്രിസ്റ്റോയുടെ നെഞ്ച് തകർന്നു പോകുന്നത് പോലെ അവന് തോന്നി. വി ആർ ഹെൽപ്ലെസ്. വി കുഡ് നോട്ട് സേവ് ഹെർ. അത്യധിക രക്തസ്രാവം അവളുടെ ജീവനെടുത്തു. മലകൾ നിറയെ അത് അങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ അയാൾക്ക് അവയ്ക്കെന്നെ രക്തത്തിന്റെ നിറമായിരുന്നു. രക്തത്തിന്റെ ചുവപ്പ് നിറം. അതിനിടയിലൂടെ രശ്മി ഓടി നടക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. ആരെയോ അന്വേഷിച്ച് അവൾ അലമുറയിട്ട് കരയുന്നുണ്ടായിരുന്നു. നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ സ്വന്തം കുഞ്ഞിനെ ഒരു നോക്കുപോലും കാണാനാവാതെ യാത്രയാകേണ്ടി വന്ന രശ്മിയുടെ രൂപം അവിടെ നീലക്കുറിഞ്ഞുകൾക്കിടയിൽ അയാൾ കണ്ടു. ആ പെൺകുഞ്ഞിനെ കാണാൻ വെമ്പുന്ന രശ്മി ആ മരങ്ങൾക്കിടയിലൂടെ അപ്പോഴും ഓടി നടന്നിരുന്നു. വീണ്ടും ഒരു വസന്തത്തിനായി കാത്തിരിക്കുന്ന കുറിഞ്ഞിച്ചെടികളെപ്പോലെ. വീണ്ടും ഒരു പൂക്കാലം കൂടി കടന്നുപോയി. നീലക്കുറിഞ്ഞി പൂത്ത് അതുപോലെ മറയുകയും ചെയ്തു. ആ നീലക്കുറിഞ്ഞി വീണ്ടും പൂക്കുന്നത് കാത്ത് അയാൾ അവിടെയിരുന്നു. ആ മരങ്ങളെ തഴുകി വന്നിരുന്ന കാറ്റും അയാളോട് അത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. അവൾ വരും, വരാതിരിക്കില്ല. മറ്റൊരു രൂപത്തിൽ. അയാളുടെ മനസ്സ് മന്ത്രിച്ചു.